ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് കുട്ടികൾക്കായി ഒരു ചെറിയ കഥ. മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്കുകയും. ഇതാണ് കഥ. പണ്ട് ഗുരുവായൂരിൽ നടന്നൊരു സംഭവമാണ്. പണ്ട് ഗുരുവായൂരിൽ ആരോരും തുണയില്ലാതെ ഒരാൾ വന്നെത്തി. അയാളെ എല്ലാവരും പത്തൻ എന്ന് വിളിച്ചു പോന്നു. പത്തൻ ഏത് ജോലിയും ചെയ്യും. അമ്പലത്തിനകത്തും പുറത്തും എല്ലാ ജോലിയും ചെല്ലും. പാത്രം കഴുകുക, വെള്ളം കൊണ്ടു കൊടുക്കുക തുടങ്ങിയ എല്ലാ ജോലികളും തനിയെ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരാളാണ്. വെളിയിൽ ഹോട്ടലുകളിൽ വെള്ളം കൊണ്ടു കൊടുക്കുക, വിറക് കീറുക തുടങ്ങിയ എല്ലാ പണികളും ചെയ്യും. നല്ല പണിക്കാരൻ, ആരോഗ്യമുള്ള ശരീരം, പകലന്തിയോളം അധ്വാനിക്കാൻ യാതൊരു മടിയുമില്ലാത്തവൻ ആളാണ്. കൂലി വാങ്ങുന്ന കാര്യത്തിലും വലിയ കണിശമാണ്. കണക്ക് പറഞ്ഞു വാങ്ങും. പക്ഷേ ഒരു ദോഷം മാത്രം. അന്നന്ന് മിച്ചം വരുന്ന തുക കള്ള് കടയിൽ കൊണ്ടുപോയി ചിലവഴിക്കും. കള്ള് കുടിച്ചു കഴിഞ്ഞാൽ സ്വബോധം നഷ്ടപ്പെടും. നിയന്ത്രണമില്ലാതെ സംസാരിക്കും. ചിലപ്പോൾ ചീത്ത വാക്കുകളും പറഞ്ഞെന്ന് വരും. കേട്ടു നിൽക്കുന്നവർ ദേഷ്യപ്പെട്ട് തല്ലുകയും ചെയ്യും. എത്ര തല്ലുകൊണ്ടാലും പത്തിന് പതിവ് കാര്യങ്ങളൊന്നും മുടക്കാൻ കഴിയില്ല. രാത്രിയിൽ അമ്പലത്തിൽ നട അടച്ചു കഴിഞ്ഞാൽ ആളുകൾ വഴിയോരത്ത് തന്നെ ഉറങ്ങാൻ വട്ടം കൂട്ടും. ഉറങ്ങുന്ന ആളുകളുടെ ഇടയിലൂടെ ലക്ക് കെട്ട് പത്തൻ നടക്കും. ചിലപ്പോൾ നൃത്തം ചെയ്യും, പാടുകയും പൊട്ടിച്ചിരിക്കുകയും ചെയ്യും. ചിലപ്പോൾ പൊട്ടിക്കരയുകയും ചെയ്യും. ആളുകൾക്ക് പത്തനെ കൊണ്ട് പൊറുതി മുട്ടി. തല്ലിയത് കൊണ്ടൊന്നും പ്രയോജനമില്ല. ഇവിടെയുള്ള അമ്പലക്കുളത്തിൽ അന്നും ധാരാളം മത്സ്യങ്ങളുണ്ടായിരുന്നു. ഗുരുവായൂരപ്പനെ വണങ്ങുന്ന ഭക്തജനങ്ങൾ ഈ മത്സ്യങ്ങൾക്ക് അരി, പൊരി തുടങ്ങിയ സാധനങ്ങൾ വിതറിക്കൊടുക്കുമായിരുന്നു. നല്ല ചന്തമുള്ള മത്സ്യങ്ങൾ. അവയെ നോക്കി നിൽക്കുന്നത് തന്നെ ആളുകൾക്ക് രസകരമായിരുന്നു. പത്തൻ രാത്രികാലങ്ങളിൽ ഈ മത്സ്യങ്ങളിൽ ചിലതിനെ പിടിക്കും. അവയെ കള്ളുകടയിൽ വിൽക്കും. വിലയായി കിട്ടുന്ന പണത്തിനും കൂടി കള്ളും മത്സ്യവും അകത്താക്കും. ഇതൊരു പതിവായി തീർന്നു. ഒരു ദിവസം രാത്രിയിൽ ക്ഷേത്രത്തിലെ കീഴ്ശാന്തിയായ നമ്പൂതിരി ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകാനൊരുങ്ങി. വിശേഷാൽ പൂജകളുള്ള ഒരു ദിവസമായിരുന്നു അത്. ജോലി കൂടുതൽ കൊണ്ട് വിയർത്ത് തളർന്ന ആ നമ്പൂതിരി കുളി കഴിഞ്ഞ് പോകാമെന്ന് കരുതി അമ്പലക്കുളത്തിൽ ഇറങ്ങി. നമ്പൂതിരി കുളിച്ചു കൊണ്ട് നിൽക്കെ പത്തൻ മത്സ്യം പിടിക്കാൻ കുളക്കടവിലെത്തി. പത്തൻ മത്സ്യം പിടിക്കാൻ ശ്രമിക്കുന്നത് നമ്പൂതിരി കണ്ടു. ഭക്തജനങ്ങൾ ഓമനിച്ച് വളർത്തുന്ന മത്സ്യങ്ങളെ പിടിച്ചു കൊള്ളുവാനുള്ള ശ്രമം കണ്ടിട്ട് നമ്പൂതിരിക്ക് സഹിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, പത്ത, ഇതൊക്കെ ഗുരുവായൂരപ്പൻ്റെ ഓമന കുഞ്ഞുങ്ങളാണ്. അവയെ പിടിക്കാൻ പാടില്ലെന്ന് നിയമമുണ്ട്. ആരെങ്കിലും കണ്ടാൽ അത് കുറ്റം. ആരും കണ്ടില്ലെങ്കിൽ തന്നെയും ഗുരുവായൂരപ്പൻ്റെ അപ്രീതിക്ക് ഇടവരും. പത്തൻ അല്പം ലഹരിയിലായിരുന്നു. അയാൾ പറഞ്ഞു, എടോ നമ്പൂതിരി, താൻ തൻ്റെ പാട് നോക്കിപ്പോ. എന്നെ താൻ നിയമമൊന്നും പഠിപ്പിക്കേണ്ട. നമ്പൂതിരി ഈ മറുപടി കേട്ട് അല്പം ലഭ്യനായി. എങ്കിലും വിട്ടില്ല. പത്ത, നേരം കുറേയായി നിർത്താൻ നോക്ക്. നോം നിന്നെ പഠിപ്പിക്കാൻ വരികയില്ല. ഗുരുവായൂരപ്പൻ്റെ ഈ ഓമന കുഞ്ഞുങ്ങളെ പിടിച്ചു കൊല്ലുന്നത് പാപകരമാണെന്ന് ഓർത്തുകൊള്ളൂ. പത്തൻ മറുപടി പറഞ്ഞു, നമ്പൂരിക്ക് മീനിൻ്റെ രുചി അറിയുമോ? ഈ മീൻ പൊരിച്ചതും അല്പം കള്ളും കൂടിയായാൽ എങ്ങനെയിരിക്കുമെന്നോ നമ്പൂതിരിക്കറിയില്ല. നമ്പൂതിരി കള്ള് കുടിച്ചിട്ടില്ലല്ലോ. ഞാൻ വാങ്ങിത്തരാം. അരക്കുപ്പി കള്ളും 2 കഷ്ണം വറുത്ത മീനും കൂടി ഉള്ളിൽ ചെന്നാൽ പിന്നെ എന്ത് ഗുരുവായൂരപ്പൻ വൈകുണ്ഠം തന്നെ നമ്മുടെ മുന്നിലെത്തും. ഓ, താൻ നമ്പൂതിരിയാണല്ലോ. നിൻ്റെ വയറ്റിലെന്താ കള്ളിറങ്ങുകയില്ലേ? ഓ, പൂണൂലുള്ളത് കൊണ്ടായിരിക്കും അല്ലേ? പ്രയാസം. വിഷമിക്കേണ്ട. അതിങ്ങ് പൊട്ടിച്ചെടുത്താൽ മീൻ കെട്ടാൻ കൊള്ളാം. താനത് പൊട്ടിച്ചിങ്ങത്താ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ പൊട്ടിച്ചെടുക്കാം. ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ബോധ്യപ്പെട്ട നമ്പൂതിരി വേഗം കുളി മതിയാക്കി കരയ്ക്ക് കയറി. ഗുരുവായൂരപ്പനെ ഉറക്കെ ഒന്ന് വിളിച്ചു. പത്തൻ എന്തോ എന്ന് വിളി കേട്ടു. അതും കൂടിയായപ്പോൾ നമ്പൂതിരിക്ക് അരിശം മൂത്തു. പല്ലുറമിക്കൊണ്ട് ഉള്ളാലെ ഗുരുവായൂരപ്പനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് നമ്പൂതിരി സ്വഗ്രഹത്തിലേക്ക് പോയി. പതിവ് പോലെ രാത്രിയിൽ പത്തൻ വലയുമായി മീൻ പിടിക്കാനെത്തി. ചുണ്ടത്ത് പുകയുന്ന ഒരു മുറിയൻ ബീഡി, തലയിൽ വട്ടക്കെട്ട്, മുണ്ട് മടക്കി കുത്തി അയാൾ വലയുമായി വെള്ളത്തിലിറങ്ങി. മത്സ്യക്കുഞ്ഞുങ്ങൾ അയാളുടെ കാലുകളിൽ ഉമ്മ വെച്ചു. ഒരുവിധം
ലക്ക് നോക്കി അയാൾ വലയിട്ടു. കൈയിട്ട് തപ്പി നോക്കി. 2 തടിയൻ മീനുകൾ. പത്തന് സന്തോഷമായി. കാരി എന്ന മത്സ്യമാണ് വലയിൽ കുടുങ്ങിയത്. സൂക്ഷിച്ച് പിടിക്കണം. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന മുള്ളുണ്ട്. ഇടതും വശത്ത് 2 വശത്തുമായി മുള്ളുണ്ട്. പത്തൻ ഒരെണ്ണം പിടിച്ചെടുത്തു. മറ്റത് വഴുതിപ്പോയി. ഒരെണ്ണം കിട്ടിയത് കൊണ്ട് പത്തന് മനസ്സ് ശരിയായില്ല. വീണ്ടും വല എറിഞ്ഞ് ശ്രമിച്ചു കൊണ്ടിരുന്നു. കയ്യിൽ കിട്ടിയ ഈ ഒരു മത്സ്യത്തിനെ പല്ലുകൾക്കിടയിൽ വെച്ച് വായിൽ വെച്ച് കടിച്ച് പിടിച്ചിരുന്നു. മത്സ്യം പ്രാണവേദനയോടെ പിടഞ്ഞു. വഴുക്കലുള്ള ഉടലിൽ പത്തൻ്റെ കടിയേറ്റില്ല. അത് നേരെ പിടഞ്ഞുകൊണ്ട് പത്തൻ്റെ വയറ്റിൻ്റെ ഉള്ളിലേക്ക് കടന്നു. വേദന സഹിക്കാനാവാതെ പത്തൻ നിലവിളിച്ചു. അയാൾ വേഗം കരയ്ക്ക് കയറി. ആരോടും ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അയാൾ കൽപ്പടവിൽ തന്നെ ഇരുന്നു. കുഴഞ്ഞു വീണു. വയറ്റിലൂടെ രക്തം ധാരധാരയായി ഒഴുകി. വയർ പിളർന്നു. രക്തമൊഴുകിക്കൊണ്ട് കിടക്കുന്ന അയാളുടെ ചുറ്റും ആളുകൾ കൂടി. ചിലർ അയാളെ ആശുപത്രിയിൽ എത്തിക്കണമെന്ന് അഭിപ്രായപ്പെട്ടു. പക്ഷേ ഒന്നിനും ഇടവന്നില്ല. അയാൾ പിടഞ്ഞ് മരിച്ചു. ഇതാണ് കഥ. ഓം നമോ ഭഗവതേ വാസുദേവായ.